Hi everybody, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ആൾജിബ്ര ഫസ്റ്റ് യൂണിറ്റിൽ കുറച്ച് ടോപ്പിക്സ് ആണ്. അതായത് നമ്മുടെ സൊല്യൂഷൻസ്, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിക് സൊല്യൂഷൻ, കൺസിസ്റ്റൻസി അതെല്ലാം ചെക്ക് ചെയ്യാനും കുറച്ച് അൺനോൺസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us start. First question, determine the value of lambda for which the following equations may possess non-trivial solution. നമുക്ക് തന്നിട്ടുണ്ട് ലാംഡയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ നിന്ന് ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ബട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? ഇറ്റ് മേ പോസസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഇപ്പൊ ട്രിവിയൽ സൊല്യൂഷൻ പറയുമ്പോൾ നോർമലി അത് 0, അതായത് x = 0 എന്ന് പറയുന്ന സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടെന്നാണ്. അതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സെറ്റ് ഓഫ് ഇക്വേഷൻസ് നോക്കുക. 3x + y - λz = 0, 4x - 2y - 3z = 0 and 2λx + 4y + λz = 0. സൊല്യൂഷൻ നോക്കാം. ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ കേസിൽ ax = 0, അതായത് ഹോമോജീനിയസ് സിസ്റ്റം പറഞ്ഞാൽ എന്താ? RHSലെല്ലാം വാല്യൂസും 0 ആയിരിക്കും അല്ലെ? അപ്പൊ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻസും അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ax = 0 ഫോമിലാണ് ഹോമോജീനിയസ് സിസ്റ്റം ഉണ്ടാവുക. ഇറ്റ് ഈസ് ഹാവിംഗ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഇഫ് ഡിറ്റർമിനന്റ് a 0. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പൊസസ് ചെയ്യണമെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഒരു കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഡിറ്റർമിനന്റ് ഓഫ് a വിൽ ബി 0. ക്ലിയർ ആയല്ലോ? ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് ഒരു ഹോമോജീനസ് സിസ്റ്റത്തിന് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഡിറ്റർമിനന്റ് ഓഫ് a 0 ആയിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ax = 0 ഫോം എഴുതാം. അതായത് a എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മെട്രിക്സ് a എന്ന് പറയുന്നത് x, y, z, അതിന്റെ ഓരോന്നിന്റെ കോർഡിനേറ്റ്സ് ഓരോ റോ ആയിട്ട് എഴുതാം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന്റെ കോർഡിനേറ്റ്, അതായത് കോഎഫിഷ്യന്റ് പറഞ്ഞത് 3, വൈയുടെ 1 ആൻഡ് സെഡിന്റെ -λ. സെക്കൻഡ് കേസിൽ 4 - 2 - 3, തേർഡ് കേസിൽ 2λ, 4 ആൻഡ് λ. അപ്പൊ ഇതാണ് മെട്രിക്സ് A എന്ന് പറയുന്നത്. 3, 1 - λ, 4 - 2 - 3, ലാസ്റ്റ് വൺ 2λ, 4λ. ഇനി ഇൻറ്റു എക്സ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് എന്താ? അൺനോൺസിന്റെ മെട്രിക്സ് ആണ്. അതായത് എക്സ്, വൈ, സെഡ്. ഇവിടെ ഏതൊക്കെ അൺനോൺസ്, അതായത് വേരിയബിൾസ് ഉള്ളത്? ലാംഡ എന്ന് പറയുന്നത് ഒരു അൺനോൺ ആണ്. അത് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലാംഡ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ അൺനോൺസ് ഏതൊക്കെയാ? ഇക്വേഷൻസ് ഏത് വേരിയബിൾസിന്റെ ബേസിസിലാണ്? എക്സ്, വൈ ആൻഡ് സെഡ്. സോ ax = 0 നമുക്ക് കിട്ടി അല്ലെ? ഇനി നമുക്ക് സോൾവ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഡിറ്റർമിനന്റ് a 0 ആണ് അല്ലെ? നോൺ ട്രിവിയൽ സൊല്യൂഷൻ പ്രോസസ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് a വിൽ ബി 0. അപ്പൊ ഇപ്പൊ നമ്മൾ മെട്രിക്സ് a എഴുതിയില്ലേ? അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കാം. ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് a കണ്ടുപിടിക്കാം. അതായത് ഡിറ്റർമിനന്റ് ഓഫ് ആ a മെട്രിക്സ് അങ്ങനെ തന്നെ എഴുതി. 3, 1 - λ, 4 - 2 - 3, 2λ, 4λ. ദിസ് വിൽ ബി ഈക്വൽ ടു 0. ഇനി നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. സാധാരണ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണില്ലേ? അതുപോലെ തന്നെ ആദ്യം ചെയ്യേണ്ടത് 3 ഇൻറ്റു ഈ റോയും, അതായത് ഈ കോളം ഈ റോയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുക അല്ലെ? അപ്പൊ -2 × λ മൈനസ് ഓഫ് -3 × 4. അപ്പൊ അതാണ് 3 ഇൻറ്റു -2λ പ്ലസ് 12. മൈനസ് ഓഫ് മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആവില്ലേ? ഈ നെക്സ്റ്റ് കേസിൽ ഇതൊന്ന് ഇറേസ് ചെയ്യട്ടെ. ഇപ്പൊ സെക്കൻഡ് കേസിൽ 1 ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് സെക്കൻഡ് കേസ് എടുക്കുമ്പോൾ മൈനസ് ആണ് കോഎഫിഷ്യന്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ -1 ആണ് ഓൾറെഡി ഉള്ളത്. സോ -1 ഇൻറ്റു ഇനി എന്ത് ചെയ്യണം? 1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോ ആൻഡ് കോളം എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് സബ്ട്രാക്ട് ചെയ്യാം. സോ 1ന്റെ റോ എന്ന് പറയുന്നതും കോളം എന്ന് പറയുന്നത് ഇതാണ്. അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻറ്റു λ മൈനസ് 2λ ഇൻറ്റു -3. ഓക്കെ, അപ്പൊ അതാണ് 4λ മൈനസ് മൈനസ് പ്ലസ് ആവും, പ്ലസ് 6λ. ഇനി ലാസ്റ്റ് ഫൈനൽ സെറ്റ് എന്താണ്? ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് -λ ഓൾറെഡി ഉണ്ട്. സോ -λ ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും? 4 × 4 16 മൈനസ് ഓഫ് 2λ ഇൻറ്റു -2, അതായത് മൈനസ് മൈനസ് പ്ലസ് 16 പ്ലസ് 4λ. ഇനി ഇത് ജസ്റ്റ് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് ഇലോബറേറ്റ് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അതായത് കോഎഫിഷ്യൻസ്, അതായത് സെയിം ലാംഡയുടെ ടേംസ് ഉള്ള അതായത് λ² ടേംസ് ഗ്രൂപ്പ് ചെയ്യുക, ലാംഡയുടെ ടേംസ് ഗ്രൂപ്പ് ചെയ്യുക ആൻഡ് കോൺസ്റ്റൻസിന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇതെല്ലാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 × -2λ
and plus 3 into 12. Okay, അങ്ങനെ ഓരോന്നും ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ, -6 lambda plus 36 minus 4 lambda minus 6 lambda minus 16 lambda minus 4 lambda square is equal to 0. ഇനി ഇതില് ഗ്രൂപ്പ് ചെയ്യുക, അതായത് ലാംഡ സ്ക്വയറിന്റെ ടേം എന്താ, -4 lambda square. അത് അങ്ങനെ തന്നെ ഫസ്റ്റ് ടേം എഴുതി. ഇനി ലാംഡയുടെ ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. -6 ഉണ്ട്, -6 ഉണ്ട്, -16 ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ 32 lambda കിട്ടും. ഓക്കെ, ഇവിടെ -4 ഉണ്ട്. ക്ലിയർ ആയല്ലോ? -6 -4 -6 -16. അപ്പോൾ ടോട്ടൽ 32 കിട്ടും, -32. ആൻഡ് ഫൈനലി കോൺസ്റ്റന്റ് വാല്യൂ എന്താ, 36 ആണ്. അത് അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ഫൈനൽ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്ന് -4 ടേം എല്ലാത്തിലും കോമൺ ആണ്. ഇതിലും -4 ഉണ്ട്, ഇതിലും -4. അതായത് മൈനസ് ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ ഉണ്ട്. സോ -4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ നിന്ന് എന്താ കിട്ടുക, -4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് -4 പുറത്തേക്ക് എടുക്കാം. സോ ഫസ്റ്റ് ടേമിൽ -4 പോയി കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും. അപ്പോൾ ലാംഡ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. നെക്സ്റ്റ് കേസിൽ -4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -4 into 8 ആണ് -32. സോ 8 lambda plus 36 ആണ്. പ്ലസ് 36ൽ നിന്ന് -4 പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് പുറത്തേക്ക് എടുത്താൽ മൈനസ്, എങ്കിൽ മാത്രമല്ല ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ്, ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആവുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി പ്ലസ് ആയിരുന്നു, അതിൽ നിന്ന് മൈനസ് എടുത്തപ്പോൾ നമ്മൾ മൈനസ് ആണ് ഉള്ളിൽ എഴുതേണ്ടത്. അപ്പൊ മൈനസ്, ഇനി 36ൽ നിന്ന് 4 പോയാൽ ബാക്കി 9 ആണ്. അപ്പൊ 9 എഴുതി. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ലാംഡ സ്ക്വയർ പ്ലസ് 8 lambda minus 9 equal to 0 എന്ന് എഴുതി. കാരണം എന്താ, ഈ -4 എന്നുള്ളത് ഓൾറെഡി പുറത്തല്ലേ, അതിപ്പോ നമ്മൾ RHS കൊണ്ടുപോയാൽ എന്താവും, -4 RHS-ലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ -4 0 by -4 വരും, അത് 0 ആയി പോകും. സോ -4 പോയി. അപ്പൊ നമുക്ക് ഇക്വേഷൻ സിംപ്ലിഫൈഡ് ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ബ്രാക്കറ്റിൽ ആ ടേം മാത്രം എഴുതാം, ലാംഡ സ്ക്വയർ പ്ലസ് 8 lambda minus 9 equal to 0. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കണ്ടേ, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ലാംഡയുടെ ഏതൊക്കെയാ വരിക, സം ഷുഡ് ബി 8 ആൻഡ് പ്രോഡക്റ്റ് ഷുഡ് ബി -9. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ചിട്ട് ടേംസ് ഏതാ വരിക, സമ്മ് 8 ആയിരിക്കണം, പ്രോഡക്റ്റ് -9 ആയിരിക്കണം. അതായത് 9ഉം -1ഉം ചെക്ക് ചെയ്യാം. 9 - 1 എന്താ, 8 ആണ്. അതായത് രണ്ടിന്റെ സമ്മ് 8 ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ. ആൻഡ് 9 into -1 എന്താ, -9 ആണ്. അപ്പൊ അതും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. സോ ടേംസ് ഏതൊക്കെ വരാം, ഫാക്ടേഴ്സ് ഏതാ വരിക, ലാംഡ പ്ലസ് 9 ഇൻറ്റു ലാംഡ -1. സാധാരണ നമ്മൾ സോൾവ് ചെയ്യാറില്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതേപോലെ തന്നെ നമുക്ക് ആദ്യം ഫാക്ടേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. സോ +9ഉം -1ഉം ആണ് ഫാക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ലാംഡ പ്ലസ് 9 ഇൻറ്റു ലാംഡ -1 ഇസ് ഈക്വൽ ടു 0. ഇനി ഓരോന്നും ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ ലാംഡ പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0ല് ലാംഡയുടെ വാല്യൂ എന്താ വരിക, +9 RHS പോകുമ്പോൾ -9. ആൻഡ് നെക്സ്റ്റ് വൺ ലാംഡ -1 ഇസ് ഈക്വൽ ടു 0ല് -1 RHS-ലേക്ക് കൊണ്ടുപോയാൽ ലാംഡ ഇസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മുടെ റൂട്ട്സിന്റെ വാല്യൂ എന്താ, ലാംഡ ഇസ് ഈക്വൽ ടു 1ഉം ലാംഡ ഇസ് ഈക്വൽ ടു -9. ഇതാണ് റൂട്ട്സ്. ഫാക്ടേഴ്സ് ആണ് +9ഉം -1ഉം. അത് ഈക്വൽ ടു 0 ഓരോന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ റൂട്ട്സ് കിട്ടുക. ഈ പ്ലസും മൈനസും തെറ്റരുത്. അപ്പൊ ശരിക്കുള്ള റൂട്ട്സ് എന്ന് പറയുന്നത് +1ഉം -9ഉം ആണ്. ഓക്കെ, ലാംഡയുടെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, സോൾവ് ചെയ്തു. Next question, find the value of mu for which the system of equations x plus y plus z is equal to 1, x plus 2y plus 3z is equal to mu, x plus 5y plus 9z is equal to mu square. ഇതാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മ്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ്. അപ്പൊ കൺസിസ്റ്റന്റ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. For each value of mu obtained, find the solution of the system. ഓക്കെ, അതായത് ഇപ്പൊ മ്യൂയുടെ വാല്യൂ എത്രയൊക്കെ മ്യൂയുടെ വാല്യൂസ് ഉണ്ടോ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സൊല്യൂഷൻ ഓഫ് സിസ്റ്റമും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനി സൊല്യൂഷൻ നോക്കാം. ആദ്യം തന്നെ AX = B ഫോമിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതുക. അതായത് A എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ XYZ കോഎഫിഷ്യൻസ് എഴുതാം. അതാണ് A മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് കേസിൽ XYZ കോഎഫിഷ്യൻസ് എന്താ, 1 1 1 അല്ലെ. സെക്കൻഡ് കേസിൽ 1 2 3 ആൻഡ് തേർഡ് കേസിൽ 1 5 9. അപ്പൊ അതാണ് A മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ X എന്ന് പറയുന്നത് എത്രയൊക്കെ വേരിയബിൾസ് ഉണ്ട്, XYZ 3 വേരിയബിൾസ്. സോ അതാണ് X മെട്രിക്സ് ഇസ് ഈക്വൽ ടു, ഇനി RHS ഇതിപ്പോ ഒരു ഹോമോജീനിയസ് സിസ്റ്റം അല്ല. ഹോമോജീനിയസ് ആണെങ്കിൽ RHS എല്ലാം 0 ആയിരിക്കും. സോ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അപ്പൊ അതിൽ RHS വാല്യൂസ് എന്താ തന്നിരിക്കുന്നത്, B എന്താ തന്നിരിക്കുന്നത്, 1 mu സ്ക്വയർ. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ അതായത് ഓഗ്മെന്റഡ് മെട്രിക്സ് ഒക്കെ കണ്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് വാല്യൂസ് കണ്ടുപിടിക്കാം.
നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിലും ഇതേപോലെ ഓഗ്മെന്റഡ് മെട്രിക്സ് കണ്ടുപിടിച്ചു, റെഡ്യൂസ് ചെയ്തു അല്ലെ, എന്നിട്ട് നമ്മൾ ഇതേപോലെ സിസ്റ്റം സൊല്യൂഷൻ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ ആദ്യം നമ്മൾ ഇപ്പൊ AX = B കണ്ടുപിടിച്ചു അല്ലെ, ആ ഫോമിൽ എഴുതി. ഇനി അത് നിന്ന് ഓഗ്മെന്റഡ് മെട്രിക്സ് AB എഴുതുകയാണ്. ഈ AB പറഞ്ഞ എന്താ, നേരത്തെ നമ്മൾ AX = B എഴുതി അല്ലെ, അപ്പൊ അതില് X എന്ന് പറയുന്നത് ഓക്കെ, X എന്ന് പറയുന്നത് ആ നമ്മുടെ നമ്പർ ഓഫ് വേരിയബിൾസിന്റെ മെട്രിക്സ് ആണ്. ഇനി AB മെട്രിക്സ് ഇങ്ങനെ എഴുതാം, അതായത് എയുടെ മെട്രിക്സിൽ ബിയുടെ ഒരു കോളം ലാസ്റ്റ് കോളം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇപ്പോൾ ഇവിടെ AB മെട്രിക്സ് പറഞ്ഞപ്പോൾ എന്തായിരിക്കും, A എന്ന് പറയുന്നത് ഇത്ര, മെട്രിക്സ് എന്ന് പറയുന്നത് A ഇതാണ്, ആൻഡ് B എന്ന് പറയുന്നത് ലാസ്റ്റ് കോളം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതല്ലേ B എന്ന് പറയുന്നത് 1 μ² ആണ്, അപ്പോൾ അത് ലാസ്റ്റ് കോളം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. അതാണ് AB എന്ന് പറയുന്നത്, അതിനെ പറയുന്നതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇനി നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പോകണം, റോ ട്രാൻസ്ഫോർമേഷൻസും യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പൊ ABനെ ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് R2 is changed to R2 minus R1. അപ്പൊ പ്രീവിയസ് മെട്രിക്സ് കൺസിഡർ ചെയ്യാം. പ്രീവിയസ് മെട്രിക്സിൽ R2 എന്ന് പറയുന്നത് എന്താണ്, ഇതിപ്പോ ഫസ്റ്റ് കേസിൽ R1 R2 R3. അപ്പോൾ പ്രീവിയസ് മെട്രിക്സിൽ R2 minus R1 എന്താവും, ഇത് ജസ്റ്റ് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 - 1 2 - 1 3 - 1 μ - 1 തിരിച്ചിട്ടാ, ഇതാണ് ഓർഡർ. ആദ്യം R2 പിന്നെ മൈനസ് R1. അപ്പോൾ 1 - 1 എന്താ 0, ഇവിടെ 2 - 1 എന്താ 1, തേർഡ് വൺ 3 - 1 എന്താ 2, ആൻഡ് ലാസ്റ്റ് വൺ μ - 1 എന്ന് പറയുന്നത് μ - 1 ആണ്. ഓക്കെ, അത് μ അൺനോൺ ആണ്, അങ്ങനെ തന്നെ എഴുതി. ഇനി അടുത്തൊരു ട്രാൻസ്ഫോർമേഷനും കൂടി അതേ സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ട്. R3 is transformed അല്ലെങ്കിൽ ചേഞ്ച് ടു R3 minus R1. അപ്പോൾ R3 minus R1 ചെയ്യണം. ക്ലിയർ ആയില്ല? അപ്പോൾ ഇതേപോലെ ഓരോ എലമെന്റ്സും നോക്കുക. ഓരോ എലമെന്റ്സ് നോക്കുമ്പോൾ എങ്ങനെ വരിക, R3 minus R1, അതായത് 1 - 1 0 കിട്ടി, 5 - 2 സോറി, ഇത് R3 minus R2 അല്ല, R3 minus R1 ആണ് ചെയ്യേണ്ടത്. R3 minus R1 ആണ്. ഓക്കെ, ഓരോ എലമെന്റ്സും നോക്കാം. 1 - 1 0, നെക്സ്റ്റ് കേസിൽ ഇത് കറക്റ്റ് ആയി. നെക്സ്റ്റ് വൺ 5 - 1 4 ആണ്, 9 - 1 എന്ന് പറയുന്നത് 8 ആണ്, ആൻഡ് ലാസ്റ്റ് വൺ μ² - 1, അത് അങ്ങനെ തന്നെ എഴുതി. ക്ലിയർ ആയല്ലോ? ഈ രണ്ട് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് ഒന്ന് റെഡ്യൂസ് ചെയ്തു. ഇതെന്തിനാ ഓരോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്, നമുക്ക് റെഡ്യൂസ്ഡ് ഫോം കിട്ടാൻ, അതായത് ഒരു അപ്പർ ട്രയാങ്കുലർ ഫോമിൽ നമ്മുടെ മെട്രിക്സിനെ കൊണ്ടുവരാനാണ്. അപ്പർ ട്രയാങ്കുലർ ഫോം എന്ന് പറയുമ്പോൾ എന്താ, ലോവർ ബോട്ടം, അതായത് ഡയഗണൽ എലമെന്റ്സിന്റെ ലോവർ ബോട്ടം എന്നെല്ലാം 0 ആക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു എലമെന്റ്, ഈ രണ്ട് എലമെന്റ്സും 0 ആക്കി. നെക്സ്റ്റ് എന്താ, നമുക്ക് ഈ എലമെന്റ് 0 ആക്കണം അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. R3 is transformed to R3 minus 4R2. തൊട്ട് മുന്നത്തെ മെട്രിക്സിലാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് R3 എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ടു R3 minus 4R2 ആണ്. അപ്പൊ ഇവിടെ R3 ഇതാണ് R2. അപ്പൊ 4R2 ചെയ്യാം. 4R2 ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് 0 തന്നെ, 4 വരും, 4 × 2 8, 4 μ - 4 വരും അല്ലെ, ജസ്റ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, R3 minus 4R2 ആണ്, മൈനസ് ചെയ്യണം. അപ്പൊ ഓരോ എലമെന്റ്സും മൈനസ് ചെയ്യാം. 0 - 0 0 കിട്ടി. R2 അങ്ങനെ തന്നെ എഴുതി കേട്ടോ. ആൻഡ് 4 - 4 എന്താ വരിക, ഇപ്പൊ കിട്ടിയ എലമെന്റ്സാ പറയുന്നത് കേട്ടോ. 4 R2 നെയാണ് മൈനസ് ചെയ്യേണ്ടത്. 4 - 4 0, 8 - 8 എന്ന് പറയുന്നത് 0, ആൻഡ് ലാസ്റ്റ് വൺ μ² - 1 - 4 μ -4 ആണ്, അതായത് μ² - 1 -4 μ -4 എന്താ +4 ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ടേംസ് എന്താ കിട്ടുക, 4 - 1 എന്താവും 3 ആവും. ഓക്കെ, അപ്പൊ +3, ആൻഡ് μ² - 4 μ അങ്ങനെ തന്നെ എഴുതി. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, μ² അത് അങ്ങനെ തന്നെ എഴുതി, -4 μ. ഓക്കെ, അപ്പൊ അതാണ് ലാസ്റ്റ് ടേം, μ² -4 μ +3. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ റെഡ്യൂസ്ഡ് ഫോമിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കുഴപ്പമില്ല, അതായത് ഇപ്പൊ ഇവിടുത്തെ താഴത്തെ എലമെന്റ്സ് ഓൾറെഡി എല്ലാം 0 ആയി. ഓക്കെ, അപ്പൊ റെഡ്യൂസ്ഡ് ഫോം ആണ്, ഇനി റെഡ്യൂസ് ചെയ്യണ്ട. ഇനി നമുക്ക് മ്യൂയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ഇപ്പൊ കിട്ടിയ മെട്രിക്സിൽ
ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത് ഈ ഒരു റെഡ്യൂസ്ഡ് മെട്രിക്സിന്റെ ബേസിലാണ്. അല്ലാതെ ആദ്യം എഴുതിയ AX=B ഫോം ആ മെട്രിക്സ് അല്ല യൂസ് ചെയ്യുക. ആദ്യം എഴുതിയ ഓഗ്മെന്റഡ് മെട്രിക്സിലെ AB അതല്ല യൂസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അതായത് ഇപ്പൊ റെഡ്യൂസ് ചെയ്ത മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മ്യൂയുടെ വാല്യൂസും സിസ്റ്റം സോൾവിങ് ഒക്കെ എല്ലാം ചെയ്യുന്നത്. അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ റെഡ്യൂസ്ഡ് ആയിട്ട് കിട്ടിയ മെട്രിക്സിൽ നമ്മുടെ എയും ബിയും എന്താ, ഇത്രയും പോർഷനാണ് എ. ഓക്കെ, അതായത് ഇതാണ് എ, ഇതാണ് ബിയുടെ പോർഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എ എന്ന് പറയുന്നത് ഇപ്പൊ റെഡ്യൂസ്ഡ് ഫോം ആണ്. അപ്പൊ അത് ശരിക്കും ഇതിന്റെ റാങ്ക് എന്താണ്? റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് അല്ലെ? ഇപ്പൊ ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയുണ്ട്? 2 ആണ്. ഇപ്പൊ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ അത് കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ റാങ്ക് ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ബിയുടെ എന്ന് പറയുന്നത് ബിയിലെല്ലാം വാല്യൂസ് ഉണ്ട്. അതായത് 1 mu minus 1 and mu square minus 4 mu plus 3 അല്ലെ? അപ്പൊ ശരിക്കും ഇപ്പൊ ബിയുടെ 3 നോൺ സീറോ റോസ് ഉണ്ട്. അപ്പൊ ശരിക്കും 3 ആണ് റാങ്ക് വരുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ യൂസ് ചെയ്യാം. അതായത് given that the system is consistent. ഇപ്പൊ കൺസിസ്റ്റന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ കൺസിസ്റ്റന്റ് ആണെങ്കിൽ, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? റാങ്ക് ഓഫ് എ ആയിട്ടും സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? If a system is consistent, then rank of AB, അതായത് augmented matrix ന്റെ റാങ്കും എയുടെ റാങ്കും സെയിം ആയിരിക്കും. Then rank of A നമുക്ക് ഓൾറെഡി അറിയാം, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ റെഡ്യൂസ്ഡ് മെട്രിക്സില് റാങ്ക് ഓഫ് എ എന്താ? 2 ആണ്. അപ്പൊ റാങ്ക് ഓഫ് എ ബി എന്തായിരിക്കണം? അതും 2 ആയിരിക്കണ്ടേ? അപ്പൊ അത് 2 ആയിരിക്കണമെങ്കിൽ നമ്മുടെ ലാസ്റ്റ് എലമെന്റ് 0 ആയിരിക്കണം. കാരണം എന്താ? ഇത് ജസ്റ്റ് ഞാനൊരു റെഫറൻസിന് വേണ്ടി ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്തിരിക്കട്ടെ. അതായത് ഇത് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ റെഡ്യൂസ്ഡ് മെട്രിക്സ് എ ബി എന്ന് പറയുന്നത്. അതില് എയുടെ റാങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു 2 ആണ് അല്ലെ? ഈ രണ്ട് നോൺ സീറോ റോസ് ഉള്ളൂ. സോ 2 ആണ് റാങ്ക് ഓഫ് എ. ഇനി ബിയുടെ കേസിൽ എങ്ങനെയാ? ബി എന്ന് പറയുന്നത് ഈ ഒരു കോളം മാത്രം ശ്രദ്ധിക്കുക. അതായത് 1 mu minus 1 mu square minus 4 mu plus 3 മൂന്ന് എലമെന്റ്സ് ഉണ്ട്. പക്ഷെ കൺസിസ്റ്റൻസി ആവണമെങ്കിൽ, അതായത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം രണ്ടിന്റെയും റാങ്ക് സെയിം ആയിരിക്കണം. എയുടെ റാങ്കും സെയിം ആയിരിക്കണം, പിന്നെ നമ്മുടെ എ ബിയുടെ റാങ്കും സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ എ ബിയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഇപ്പൊ ഇവിടെ 3 അല്ല. കാരണം നമുക്കിപ്പോ 2 ആവണമെങ്കിൽ രണ്ട് റാങ്കും 2 ആവണം. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം അല്ലെ? ഇത് 2 ആണെന്ന് അറിയാം. അപ്പൊ റാങ്ക് ഓഫ് എ ബിയും എന്തായിരിക്കണം? 2 ആയിരിക്കണം. അതെങ്ങനെയാ പോസിബിൾ ആവുക? റാങ്ക് ഓഫ് എ ബി പറയുന്നത് ഇതാണ് എ ബി. ഒന്ന് ഇറേസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇതാണ് എ ബി അല്ലെ? ഇത്രയുമാണ് എ ബി. അപ്പൊ ഇവിടെ ഇതിന്റെ റാങ്ക് 2 ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ലാസ്റ്റ് എലമെന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണ്ടേ? എങ്കിൽ മാത്രമല്ല റാങ്ക് ഓഫ് എ ബി, അതായത് അതും 2 ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? അതായത് റാങ്ക് ഓഫ് എ ബി 2 ആവണമെങ്കിൽ ആ ബിയിലത്തെ ലാസ്റ്റ് എലമെന്റ് mu square minus 4 mu plus 3 0 ആയിരിക്കണം. ഇത് 0 ആയാൽ മാത്രമേ ഈ മൊത്തം റോ 0 ആയിരിക്കുള്ളൂ. എങ്കിൽ മാത്രമേ റാങ്ക് ഓഫ് എ ബി 2 ആയിരിക്കുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ mu square minus 4 mu plus 3 അത് ഇക്വേറ്റ് ടു 0 കൊടുക്കുക. ക്ലിയർ ആയല്ലോ? രണ്ട് റാങ്കും ഈക്വൽ ആവണമെങ്കിൽ ലാസ്റ്റ് എലമെന്റ് 0 ആയിരിക്കണം. അപ്പൊ എ ബിയിലത്തെ ആ ലാസ്റ്റ് എലമെന്റ് ഇല്ലേ, mu square minus 4 mu plus 3 അത് 0 ആയിരിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം mu square minus 4 mu plus 3 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് സോൾവ് ചെയ്തിട്ട് mu കണ്ടുപിടിച്ചൂടെ? ഇതേപോലെ നേരത്തെ പോലെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. -4 സം ആയിരിക്കണം, 3 പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പൊ -4 സം ആയിരിക്കണമെങ്കിൽ നമുക്ക് -1ഉം -3 നോക്കാം. അപ്പൊ ഇത് -1 പ്ലസ് -3 എന്താ? -4 ആണ്. -1 ഇൻറ്റു -3 എന്താ? +3 ആണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? +3ഉം -4ഉം. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് എന്താ വരിക? -1ഉം -3. ക്ലിയർ ആയല്ലോ? അപ്പൊ mu -1 ഇൻറ്റു mu -3 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ഫാക്ടേഴ്സ് എഴുതാൻ പറ്റും. എന്നിട്ട് ഓരോന്ന് ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പൊ നമുക്ക് റൂട്ട്സും കിട്ടും. mu -1 ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ mu ഇസ് ഈക്വൽ ടു 1 ഒരു റൂട്ട് കിട്ടും. mu -3 ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ mu ഇസ് ഈക്വൽ ടു 3 അനദർ റൂട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി മ്യൂന്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. 1ഉം 3 ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഓരോ മ്യൂവിന്റെ വാല്യൂവിനനുസരിച്ച് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് കേസായിട്ട് കൺസിഡർ ചെയ്യാം. കേസ് 1ല് mu is equal to 1 ആണെങ്കിൽ നമ്മുടെ മെട്രിക്സ് എന്താവും നോക്കാം. നമുക്ക് എന്നിട്ട് സോൾവ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? x, y, z ന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് കേസിൽ ഇത് റെഡ്യൂസ്ഡ് ഫോം ആണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമാണ്. നമ്മൾ ഫൈനലി റെഡ്യൂസ് ചെയ്ത മെട്രിക്സ് ഇല്ലേ, അതാണ് ഇനി യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഫസ്റ്റ് എ ബി മെട്രിക്സ് അല്ല. അപ്പൊ റെഡ്യൂസ്ഡ് ഫോമിൽ എ മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് മാത്രം ശ്രദ്ധിക്കുക. എ പോർഷൻ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. 1 1 1 0 1 2 0 0 0. ഇപ്പൊ ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് റേസ് ചെയ്യട്ടെ.
ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മെട്രിക്സ് കണ്ടോ, ഇതില് ഈ ഒരു പോർഷൻ എയുടെ പോർഷൻ, ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. ഇനി ബി എന്ന് പറയുമ്പോൾ എന്താ, ബി എന്ന് പറയുന്നത് എങ്ങനെയാണ് 1 0 0 ആവുന്നത്, ഇവിടെ 1 അങ്ങനെ തന്നെ എഴുതി ഫസ്റ്റ് എലമെന്റ്. സെക്കൻഡ് കേസിൽ മ്യൂ -1 ആണ്. മ്യൂ ഈക്വൽ ടു 1 അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് കേസ്. അപ്പൊ മ്യൂ -1 എന്താവും, മ്യൂ -1 എന്താവും, മ്യൂ is equal to 1 കൊടുക്കുക, 1 - 1 അതായത് 0. അതുകൊണ്ടാണ് സെക്കൻഡ് എലമെന്റ് 0 ചെയ്തിരിക്കണം. ലാസ്റ്റ് എലമെന്റ് എന്താ, µ² - 4μ + 3, അതിലും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. µ² - 4μ + 3, ഇതിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക, 1² - 4 × 1 + 3, അതായത് 3 + 1 4 - 4 0. ഇതും 0 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, റെഡ്യൂസ്ഡ് മെട്രിക്സിൽ എ ആണിത്. പിന്നെ നമ്മുടെ അൺനോൺ വേരിയബിൾസ്, അതായത് XYZ മെട്രിക്സ് AX = B. ബി പറയുന്നത് എന്താ, നമ്മുടെ റെഡ്യൂസ്ഡില് ആ ബിയുടെ കോളം ഇല്ലേ, അതില് മ്യൂയുടെ വാല്യൂ ഫസ്റ്റ് കേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് ആണ് ഈ 1 0 0. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 1 1 1 then 0 1 2. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 0 0 0 ആണ്. ഓക്കെ, ലാസ്റ്റ് എന്ന് പറയുന്നത് 0 0 0 ആയിരുന്നു. ഇത് ഇൻറ്റു XYZ is equal to 1 0 0. ഇതായിരുന്നു നമുക്ക് നേരത്തെ എഴുതിയ മെട്രിക്സ് അല്ലെ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. സെക്കൻഡ് കോളം ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് മെട്രിക്സിന്റെ കോളം. ക്ലിയർ ആയോ. അപ്പോൾ ഓരോ എലമെന്റ്സും കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നെക്സ്റ്റ് വൺ ആഡ് ചെയ്യാം. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലേ, അതന്നെ 1 × X. അപ്പോൾ X എഴുതി പ്ലസ് നെക്സ്റ്റ് കേസ് എന്താ 1 × Y പ്ലസ് 1 × Z is equal to RHSലെ എലമെന്റ് എന്താ കറസ്പോണ്ടിങ് ആയിട്ട് 1. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, X + Y + Z is equal to 1. ഇനി സെക്കൻഡ് കേസിൽ Y + 2Z is equal to 0 എങ്ങനെ കിട്ടാം, X × 0 അതെന്തായി 0 ആയി. പിന്നെ 1 × Y അത് Y ആണ്, പ്ലസ് 2 × Z അതായത് 2Z is equal to RHSലെ കറസ്പോണ്ടിങ് വാല്യൂ എന്താ 0 ആണ്. Y + 2Z = 0. ഇനി ലാസ്റ്റ് കേസിൽ എന്തെങ്കിലും എടുക്കാനുണ്ടോ, എല്ലാം 0 എലമെന്റ്സ് ആണ്. അപ്പൊ അത് കൺസിഡർ ചെയ്യേണ്ട, കാരണം അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, X + Y + Z is equal to 1 and Y + 2Z is equal to നമുക്ക് 0 കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എത്ര വേരിയബിൾസ് ഉണ്ട്, എത്ര അൺനോൺസ് ഉണ്ട്, 3 അൺനോൺസ് ഉണ്ട്. 3 അൺനോൺസിന് 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് 2 ഇക്വേഷൻസേ ഉള്ളൂ. അപ്പൊ അതാണ് ഒരു പ്രോബ്ലം ഉള്ളത്. നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് അൺനോൺസ് എത്രയാ, 3 ആണെന്നറിയാം. XYZ അതായത് നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. അതിന് n കൊടുക്കുക. ഇനി റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്താ, R. എത്ര നോൺ സീറോ റോസ് ഉണ്ട്, നമുക്ക് നോൺ സീറോ റോസ് ഉള്ളത് 2 ആണ് അല്ലെ, 2 നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. അപ്പൊ റാങ്ക് 2 ആണ്. ഇനി അതിന്റെ അർത്ഥം എന്താ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. അതായത് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. ഓക്കെ, സെയിം അല്ല, ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എത്ര, µ = 1 കേസിൽ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, അതായത് 2 ഇക്വേഷൻസ് ഉണ്ട്, 3 അൺനോൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഡയറക്ട്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല വാല്യൂസ്. അപ്പൊ നമ്മൾ ഫ്രീ വേരിയബിൾസ് കണ്ടുപിടിക്കണം. അതായത് ഒരു വേരിയബിൾ നമുക്ക് ഏതൊക്കെ വേരിയബിൾസും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും. അതായത് n-r കണ്ടുപിടിക്കാം. അതാണ് ഈ ഫ്രീ വേരിയബിൾസ് എന്ന് പറയുന്നത്, അറിഞ്ഞിരിക്കുക. അതായത് ഫ്രീ വേരിയബിൾസ് കണ്ടുപിടിക്കുക n-r. n-ഉം r-ഉം സെയിം ആണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഇപ്പോ നമുക്കറിയാം n > r ആണ്. അതുകൊണ്ട് n-r കണ്ടുപിടിക്കാം. അത് ഇവിടെ അതായത് 3 - 2 അല്ലേ, n = 3 ആണ്, r = 2 ആണ്. സോ 3 - 2 എന്താ 1 ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് 1 എന്നുള്ള വാല്യൂ കിട്ടി. അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഇതിലത്തെ ഒരു അൺനോൺ വേരിയബിളിന് നമ്മൾ വേറൊരു ഫ്രീ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ക്ലിയർ ആയോ. അതായത് z = t, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇപ്പൊ z = t എന്ന് പറയുന്നത്, t എന്ന് പറയുന്ന വേറൊരു അൺനോൺ കൊടുക്കുകയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഇതിന്റെ ബേസിസിലാണ് ബാക്കി എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിക്കുന്നത്, x-ഉം y-ഉം. ക്ലിയർ ആയില്ല. അപ്പോൾ ഫ്രീ വേരിയബിൾസ് ആദ്യം കണ്ടുപിടിക്കുക, n-r ചെയ്യുക, അതിൽ നിന്ന് എത്ര എണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മനസ്സിലാവും. ഇപ്പൊ n-r ഇവിടെ 1 ആണ്. അപ്പൊ 2 ആണെങ്കിൽ എന്താണ്, 2
അൺനോൺസിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ. അപ്പൊ T1 T2 എന്ന് കൊടുക്കേണ്ടി വരും. അടുത്ത പ്രോബ്ലംസിൽ അതുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. സോ z equal to ഒരു വേരിയബിൾ, അപ്പൊ z equal to t കൊടുത്തു. ഇനി നമ്മൾ y plus 2z 0 അല്ലേ, അപ്പൊ y is equal to minus 2z ആണെന്നറിയാലോ. അപ്പൊ y equal to minus 2z അല്ലെ, z equal to t എന്നല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ y in terms of t കിട്ടിയില്ലേ, y is equal to minus 2t. അതേപോലെ x ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസിൽ x എന്ന് പറയുന്നത് ഈ y plus z RHS കൊണ്ടുപോകാം. അപ്പൊ 1 minus y minus z അല്ലേ, അതാണ് x equal to 1 minus y minus z. ഇനി y നമ്മൾ എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത്, minus 2t. ക്ലിയർ ആയല്ലോ. അപ്പൊ y is equal to minus 2t ആണ്. അപ്പൊ 1 minus y നമ്മൾ 2t minus 2t കൊടുത്താൽ എന്താവും, മൈനസ് ഓഫ് minus 2t വരും അല്ലെ, അതായത് പ്ലസ് 2t. ക്ലിയർ ആയല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് 2t എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി മൈനസ് z എന്ന് പറഞ്ഞാൽ t അല്ലേ, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 1 plus 2t minus t, അതെന്താ വരിക, t plus 1. ഇപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഇൻ ടേംസ് ഓഫ് അനദർ ഫ്രീ വേരിയബിൾ ആണ്. സ്റ്റിൽ നമുക്ക് ബാക്കി എല്ലാം വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇൻ ടേംസ് ഓഫ് t വേറൊരു ഫ്രീ വേരിയബിളിന്റെ ബേസിസിൽ എല്ലാം സോൾവ് ചെയ്തു. അപ്പൊ x equal to t plus 1 ആണ്, y is equal to minus 2t ആണ്, ആൻഡ് z equal to t ആണ്. ഇനി ഒരു കേസ് കൂടി ഉണ്ട്. mu is equal to 3 ആവുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാം. അതായത് a യുടെ മെട്രിക്സ് എഴുതി, x ന്റെ മെട്രിക്സ് എഴുതി, b യുടെ മെട്രിക്സ് എഴുതി. ഓക്കെ, ഇവിടെ എന്താ വ്യത്യാസം, നമ്മുടെ 1 mu minus 1 ആ ലാസ്റ്റ് b യുടെ മെട്രിക്സ് ഇല്ലേ, അതില് mu is equal to നമുക്ക് ഇവിടെ എന്ത് കൊടുക്കണം, 3 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 എന്ന് കൊടുക്കുമ്പോൾ mu minus 1 എന്താവും, 3 minus 1 equal to 2. ലാസ്റ്റ് ഇക്വേഷനിൽ mu equal to 3 കൊടുത്തപ്പോൾ അത് 0 ആയിട്ട് കിട്ടി. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് ബിയുടെ എലമെന്റ്സ് കിട്ടിയത്. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ബിയുടെ എ ബി എന്ന് പറയുന്ന റെഡ്യൂസ്ഡ് മെട്രിക്സ് ഇല്ലേ, ആ റെഡ്യൂസ്ഡ് മെട്രിക്സിലെ എ ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അൺനോൺ വേരിയബിൾസിന്റെ മെട്രിക്സ് is equal to b. a b ലെ റെഡ്യൂസ്ഡ് ഫോമിലെ ലാസ്റ്റ് കോളം ഇല്ലേ, 1 mu minus 1 പിന്നെ mu square minus ആ ടേം ഇല്ലേ, അതാണ് കോളം. അതില് mu is equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രീവിയസ് കേസിൽ mu is equal to 1 കൊടുത്തു, അതുകൊണ്ടാണ് 1 0 0 കിട്ടിയത്. ഇവിടെ mu equal to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന എലമെന്റ്സ് എന്താ, 1 2 0. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതായത് 1 into x plus 1 into y plus 1 into z is equal to എന്താ കിട്ടുക, ഫസ്റ്റ് എലമെന്റ് 1. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്താ, 0 into x plus 1 into y plus 2 into z is equal to second element 2. അപ്പൊ നമുക്ക് y plus 2z is equal to 2 കിട്ടി. ഇനി ലാസ്റ്റ് നോക്കേണ്ട ആവശ്യമുണ്ടോ, എല്ലാം 0 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒന്നും വാല്യൂ കിട്ടില്ല. സോ എഗെയിൻ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, 3 വേരിയബിൾസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ n 3 ആണ്, r 2 ആണ്. സെയിം തന്നെ, നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്, റാങ്ക് 2 ആണ് അല്ലെ. അതേപോലെ ഫ്രീ വേരിയബിൾസ് കണ്ടുപിടിക്കാം. n minus r 3 minus 2, എഗെയിൻ ഇവിടെ 1 തന്നെ കിട്ടും. അപ്പോൾ എഗെയിൻ സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ, സെയിം പ്രൊസീജിയർ തന്നെ, z equal to t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ബേസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. നമുക്ക് y യുടെ ഇക്വേഷൻ, അതായത് സെക്കൻഡ് ഇക്വേഷനിൽ y is equal to, നേരത്തെ രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ, അതില് സെക്കൻഡ് ഇക്വേഷനിൽ y is equal to 2 minus 2z കിട്ടും. RHS y മാത്രം LHS ചെയ്താൽ ബാക്കിയെല്ലാം RHS കൊണ്ടുപോകാം. സോ 2 minus 2z, അതിൽ z equal to t ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ലേ. സോ 2 minus 2t കിട്ടി, y equal to 2 minus 2t കിട്ടി. ഇനി അതേപോലെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് x മാത്രം LHS ചെയ്താൽ ബാക്കിയെല്ലാം RHS കൊണ്ടുപോകാം. അപ്പോൾ 1 minus y minus z, ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, x plus y plus z is equal to 1 ആണ്. അപ്പൊ x equal to എന്താ, 1 minus y minus z. ഇതിൽ നിന്ന് y നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു, 2 minus 2t, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z ഓൾറെഡി t ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, x equal to t minus 1 കിട്ടും. സോ ഫൈനലി സൊല്യൂഷൻ എന്താ, x equal to x എന്ന് പറയുന്നത് t minus 1, y എന്ന് പറയുന്നത് 2 minus 2t, and z എന്ന് പറയുന്നത് t. ക്ലിയർ ആയല്ലോ. Next question, solve the following by Gauss elimination method. Y plus z minus 2w is equal to 0, 2x minus 3y minus 3z plus 6w is equal to 2, 4x plus y plus z minus 2w is equal to 4. Okay, മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് സോൾവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആയോ. അപ്പൊ അഗെയിൻ സെയിം പ്രൊസീജിയർ, ax equal to b ഫോമുല ആദ്യം എഴുതുക. അപ്പൊ a എന്ന് പറയുന്നത് എന്താ, x y z, പിന്നെ ഇവിടെ 4 വേരിയബിൾസ് ആണ് വരുന്നത്, w കൂടി ഉണ്ട്. ക്ലിയർ ആയി. ആക്ച്വലി x y z w, അല്ലെങ്കിൽ w x y z അങ്ങനെയും എഴുതാൻ കുഴപ്പമില്ല. ഇനി x y z w. അപ്പോൾ ഇതിൽ is equal to RHS again 0 അല്ല, അപ്പൊ ഹോമോജീനസ് അല്ല.
അപ്പൊ RHSന്റെ കോൺസ്റ്റൻസ് എന്താ, അത് നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതുക, ബി ആയിട്ട് എഴുതുക, 0 2 4. അപ്പോൾ AX = B, അതാണ് ഫസ്റ്റ് നമ്മൾ എടുത്തെഴുതുന്നത്. ഇനി ഇതിനെ ഗോസ് എലിമിനേഷൻ നമ്മൾ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് കുറച്ച് പ്രോബ്ലംസ്. അപ്പോൾ ഗോസ് എലിമിനേഷൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഇതേപോലെ പറഞ്ഞിരുന്നു, ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക, അത് കഴിഞ്ഞിട്ട് റോ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബിയുടെ മെട്രിക്സിലെ അത് ലാസ്റ്റ് കോളം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, എയില്, അത്രേ ഉള്ളൂ AB എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എയില് ബിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള AB മെട്രിക്സ് എഴുതുക. ഇനി അതിൽ നിന്ന് നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാം. റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് എലമെന്റ് നമ്മൾ ഇവിടെ ഇത് 0 ആക്കണം. ഓക്കെ, അപ്പൊ അത് 0 ആക്കണമെങ്കിൽ ഈ 2 എന്ന് പറയുന്ന എലമെന്റിനെ 0 ആക്കണം. അപ്പൊ 0 ആക്കാൻ എന്താ ചെയ്യേണ്ടത്, ആദ്യം R1 is interchanged to R2. അപ്പൊ R1 ഓൾറെഡി ഫസ്റ്റ് എലമെന്റ് 0 അല്ലേ, അതുകൊണ്ട് R1 R2 ആയിട്ട് എഴുതി, R2 R1 ആയിട്ട് എഴുതി. അപ്പൊ രണ്ടും കൂടി ഇന്റർചേഞ്ച് ചെയ്തു. ക്ലിയർ ആയല്ലോ, അത്രേ ഉള്ളൂ. R2 R1 ആയിട്ട് എഴുതി, R1 R2 ആയിട്ട് എഴുതി. അതാണ് ഇതിൽ ചെയ്ത ആകെ കൂടിയ ഒരു ഇന്റർചേഞ്ച്. ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് R3 is changed to R3 minus 2R1. അതായത് ഇതാണ് R2 R1 R3. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, R3 minus 2R1 ആണ്. സോ R3 മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 times R1 ചെയ്യണം, എന്നിട്ട് മൈനസ് ചെയ്യണം. ക്ലിയർ ആയല്ലോ. അപ്പൊ 2 times R1 ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നോക്കാം. 2 times R1 എന്ന് പറയുമ്പോൾ 2 into 2 4, minus 3 into 2 എന്താ minus 6, minus 3 into 2 minus 6, 6 into 2 12, 2 into 2 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം, R3 മൈനസ് ചെയ്യണം. അപ്പോൾ R3 മൈനസ് പറയുമ്പോൾ 4 minus 4 എന്തായി, 0 ആയി. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ minus 2R1 ചെയ്തത്. ക്ലിയർ ആയോ. അതായത് ഈ 4 എന്ന് പറയുന്ന എലമെന്റിനെ നമുക്ക് 0 ആക്കണം. അത് 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, R1ൽ 2 ആണുള്ളത് അല്ലെ. അപ്പൊ R1ൽ 2നെ നമ്മൾ എന്ത് ചെയ്യണം, R1ൽ 2നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതുകൊണ്ടാണ് ട്വൈസ് R1 ചെയ്തിട്ട് R3 മൈനസ് ചെയ്തത്. ക്ലിയർ ആയില്ല. അപ്പോൾ 4 minus 4 ചെയ്തപ്പോൾ 0 കിട്ടി. ഇനി 1 minus minus 6 എന്തായി, 7 ആയി. Okay, next one 1 again minus minus 6 7 ആയി, and minus 2 minus 12 ആണ്. Okay, minus 2 minus 12, so minus 14, and last one 4 minus 4, അതെന്താ വരിക, 0 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഇനി ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി ചെയ്തിട്ടുണ്ട്. അതായത് previous matrix നിങ്ങൾ നോക്കുക, R3 is transformed to R3 minus 7R2. ക്ലിയർ ആയോ. എഗൈൻ ഈ എലമെന്റ്സ് 0 ആക്കാൻ വേണ്ടിയിട്ട് R3 is transformed to R3 minus 7R2. R2നെ ആദ്യം 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് R3 കൊണ്ട് മൈനസ് ചെയ്യുക. R3 minus 7R2, 7 times R2 ആദ്യം ചെയ്യുക, എന്നിട്ട് കറസ്പോണ്ടിങ് R3യിലെ എലമെന്റ്സും 7R2 തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഫൈനലി കിട്ടുന്നതാണ് എന്താണ്, എല്ലാ എലമെന്റ്സും 0 ആയി. അതെല്ലാത്തിലും എപ്പോഴും ഉണ്ടാവണം എന്നില്ല, എല്ലാ എലമെന്റ്സ് ഒന്നും 0 ആയി പോകണം എന്നില്ല, പക്ഷെ ചില കേസസിൽ 0 ആയി പോവാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓൾറെഡി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തപ്പോൾ തേർഡ് റോയിലെ എല്ലാ എലമെന്റ്സും 0 ആയിട്ട് കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇതിൽ നിന്ന്, ഇതാണ് റെഡ്യൂസ്ഡ് ഫോം അല്ലെ, ഇതിപ്പോ ഈ എലമെന്റ്സ് എല്ലാം 0 ആയിട്ട് കിട്ടി. സോ റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. കാരണം എന്താ, നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ് ഇവിടെ, 2 ആണ്. സോ റാങ്ക് ഓഫ് AB എന്ന് പറയുന്നത് 2 ആണ്. ഇനി റാങ്ക് ഓഫ് A എന്താ, അതും 2 ആണ്. ഇപ്പൊ നമുക്ക് നോക്കാം, ഒരു മിനിറ്റ് ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. അപ്പൊ റാങ്ക് ഓഫ് AB 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് AB അല്ലെ, ഈ ഫുൾ മെട്രിക്സ് ആണ് AB. ഇതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട്, 2 ആണ്. സോ റാങ്ക് ഓഫ് AB 2 ആണ്. ഇനി എയുടെ കേസ് മാത്രം നോക്കാം. ഇതാണ് A. എയുടെ കേസിലും നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 തന്നെയല്ലേ, കറക്റ്റ് അല്ലേ. അപ്പൊ ഇവിടെ രണ്ടും സെയിം ആണ്, അതായത് റാങ്ക് ഓഫ് AB യും റാങ്ക് ഓഫ് A യും ഈക്വൽ ആണ്. ഇനി നമ്പർ ഓഫ് അൺനോൺസ് എത്ര ഉണ്ട്, X, Y, Z, W, 4 അൺനോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ റാങ്ക് ഓഫ് AB ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് A, ബട്ട് ഇറ്റ് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. ക്ലിയർ ആയല്ലോ. റാങ്ക് ഓഫ് AB യും റാങ്ക് ഓഫ് A യും ഈക്വൽ ആണ്, പക്ഷെ എന്താ, ഇറ്റ് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. അതിന്റെ അർത്ഥം എന്താ, സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഒരു ഇതില് നമ്മൾ പല കേസുകളും അറിഞ്ഞിരിക്കണം ആദ്യം. അതായത് ഒരു സിസ്റ്റം കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ, ഇൻകൺസിസ്റ്റന്റ് ആവണമെങ്കിൽ, ട്രിവിയൽ സൊല്യൂഷൻ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്, ഓക്കെ, ഫൈനൈറ്റ് സൊല്യൂഷൻ, അതൊക്കെ എപ്പോഴാണ് വരിക, റാങ്ക് കമ്പയർ ചെയ്തിട്ട്, നമ്പർ ഓഫ് അൺനോൺസ് കമ്പയർ ചെയ്തിട്ട്, എന്താണ് കണ്ടീഷൻസ്, ഇതൊക്കെ തറോ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ഇതിൽ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും സെയിം ആണ്, ബട്ട് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി സിസ്റ്റം ഇസ് കൺസിസ്റ്റന്റ് ആൻഡ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇതിൽ അഗെയിൻ നമ്മളിപ്പോ ലാസ്റ്റ് റോ 0 ആയി പോയില്ലേ, അതിൽ ഫസ്റ്റ് രണ്ട് റോസ് എഴുതി ഇൻറ്റു നമ്മുടെ എക്സ്. അപ്പൊ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എഴുതണം. ബിയിൽ ഇതേപോലെ 2 0 0 ആണ്. അപ്പൊ ലാസ്റ്റ് എലമെന്റ് കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ ഇതിൽ രണ്ട് റോസ് എടുത്തിട്ടുള്ളൂ, സോ ഇതിലും രണ്ട് റോസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ 2 0 എന്ന് മാത്രം എഴുതി. ഇനി അഗെയിൻ നേരത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത പോലെ 2 ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് 3 ഇൻറ്റു വൈ പ്ലസ് മൈനസ് 3 ഇൻറ്റു സെഡ് പ്ലസ് 6 ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താ 2 ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് കേസിൽ 0 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ്, അതായത് മൈനസ് 1 പ്ലസ് മൈനസ് 2 ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു സെക്കൻഡ് എലമെന്റ് എന്താ 0. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. അതായത് 2x മൈനസ് 3y മൈനസ് 3z പ്ലസ് 6w ഇസ് ഈക്വൽ ടു 2ഉം y പ്ലസ് z മൈനസ് 2w ഇസ് ഈക്വൽ ടു 0. ഇതാണ് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്പർ ഓഫ് അൺനോൺസ് എന്താ 4 ആണ്. കാരണം എന്താ എക്സ് വൈ സെഡ് ഡബ്ല്യു 4 അൺനോൺസ് ഉള്ളത്. റാങ്ക് എന്താ 2 ആണ്. ആകെ രണ്ട് നോൺ സീറോ റോസ് അല്ലേ ഉള്ളൂ, റാങ്ക് 2 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഫ്രീ വേരിയബിൾസ് കണ്ടുപിടിച്ചിടേ. ആകെ രണ്ട് ഇക്വേഷൻ ഉണ്ട്, 4 അൺനോൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ വാല്യൂസ് ഡയറക്ട്ലി കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് ആദ്യം കണ്ടുപിടിക്കാം. n മൈനസ് 6 ചെയ്യാം, ദാറ്റ് ഇസ് 4 മൈനസ് 2. അപ്പൊ നമുക്ക് 2 കിട്ടി. അതായത് 2 വേരിയബിൾസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം ഫ്രീ ആയിട്ട്, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം വെച്ചാൽ ടി മാത്രം എടുക്കാം, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ T1 T2, മൂന്നെണ്ണം ഉണ്ടെങ്കിൽ T1 T2 T3 അങ്ങനെ. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് ആദ്യം കണ്ടുപിടിച്ചു, 2 ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് രണ്ട് വേരിയബിളിന്, രണ്ട് അൺനോൺസിന് നമ്മൾ ഈ ഫ്രീ വേരിയബിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ W T1 കൊടുത്തു, Z T2 കൊടുത്തു. ഓക്കെ, അപ്പോൾ y എന്തായിട്ട് കിട്ടും ഇൻ ടേംസ് ഓഫ്, അപ്പൊ ഇനി നമുക്ക് എക്സും വൈയും ഇൻ ടേംസ് ഓഫ് T1 ആൻഡ് T2 കണ്ടുപിടിച്ചൂടെ. അപ്പൊ ഇതില് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് y പ്ലസ് സെഡ് മൈനസ് 2w ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലെ. അതിൽ നിന്ന് y എന്താ കിട്ടുക, എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. 2w മൈനസ് z ആണ് അല്ലെ. ഇപ്പൊ w എന്ന് പറയുന്നത് എന്താണ് T1 ഉം z എന്ന് പറയുന്നത് T2 ആണ്. അപ്പൊ 2T1 മൈനസ് T2 എന്ന് കിട്ടില്ലേ y, അതാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ x ഇതിൽ നിന്ന് മാത്രം കണ്ടുപിടിക്കാം. എക്സിന്റെ ഇക്വേഷൻ എന്താ വരിക, എക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ എക്സ് മാത്രം LHSൽ വെക്കുക, ബാക്കിയെല്ലാം RHSലേക്ക് കൊണ്ടുപോകും. അതായത് 3y RHSൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് പ്ലസ് ആവും, പ്ലസ് മൈനസും 3y പ്ലസ് 3z മൈനസ് 6w. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, പ്ലസ് 2. ഇനി ഇതിപ്പോ 2x ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് എന്താ, അപ്പൊ 2 അങ്ങോട്ട് RHSലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2x ഈക്വൽ ടു 2 പ്ലസ് 3y പ്ലസ് 3z മൈനസ് 6w അല്ലെ. ഇതിൽ നിന്ന് 2x അങ്ങനെ തന്നെ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇപ്പൊ 2 പ്ലസ് നമുക്ക് y ഓൾറെഡി T1 ആൻഡ് T2 ടേംസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. z നമുക്കിപ്പോൾ ഓൾറെഡി T2 ആണെന്ന് അറിയാം, w T1 ആണെന്ന് അറിയാം. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 പ്ലസ് 3 ഇൻറ്റു y പറഞ്ഞാൽ 2T1 മൈനസ് T2 ആണ്, പ്ലസ് 3 ഇൻറ്റു z പറഞ്ഞത് T2 മൈനസ് 6 ഇൻറ്റു w പറയുന്നത് T1. അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. 3 ഇൻറ്റു 2 6 ആണ് ആൻഡ് 3T2. അപ്പോൾ 2 പ്ലസ് 6T1 പ്ലസ് മൈനസ് ആണ്, ഇവിടെ ഒരു മൈനസ് ഇല്ലേ, അപ്പൊ ആ മൈനസ് അങ്ങനെ എഴുതി, മൈനസ് 3T2 പ്ലസ് 3T2 മൈനസ് 6T1. ഇനി ഇതിൽ ഈ 4 ടേംസും എല്ലാം ക്യാൻസൽ ആയിപ്പോകും. സോ ആ കൂടി കിട്ടുന്നത് 2 ആണ്. 2x equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/2 എന്തായി 1 ആയി. സോ എക്സിന്റെ വാല്യൂ എന്താ 1 കിട്ടി. അപ്പൊ ഇവിടെ എക്സ് നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടി, എപ്പോഴും കിട്ടണം എന്നില്ല. ഇൻ ടേംസ് ഓഫ് T1 T2 കിട്ടാം. ഇവിടെ ഓൾറെഡി 1 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി 2T1 ബാക്കി നമ്മൾ y 2T1 മൈനസ് T2 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. z നമ്മൾ T2 ആയിട്ടാണ് എടുത്തത് ആൻഡ് w എന്ന് പറയുന്നത് T1 ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. ഓക്കെ, ബാക്കി പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.